നമ്മളിന്ന് മഴതോരും മുൻപേ എന്ന സീരിയലിന്റെ സെറ്റിലാണുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് വൈജയന്തി ചേച്ചിയാണ്, നമ്മുടെ സ്വന്തം വൈഷ്ണവി ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഫിലിം ആയിരുന്നോ തുടക്കത്തിലെ ചേച്ചിയുടെ ഒരു ആഗ്രഹം, അതോ സീരിയലിലോട്ട്? ഫിലിമും അല്ല, സീരിയലും അല്ല, ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ ഫിലിം എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കണ്ട് നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നമ്മൾ ഇവരുടെ വീട്ടിൽ ചെന്ന് കയറുകയല്ലേ, ഇടിച്ച് കയറുക അങ്ങോട്ട്. എനിക്കൊരു അറിയാനുള്ള ആകാംക്ഷ ചോദിക്കുക, ശരിക്കും ഈ കാറൊക്കെ ഫ്ലിപ്പായിട്ട് ആ കാറിന് കേടുപാടുകളൊക്കെ പറ്റുമോ? പറ്റി. അങ്ങനെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ചേച്ചിയുടെ നൈറ്റിക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കമന്റ്സ് ഒക്കെ വരത്തില്ലേ, നൈറ്റി എവിടെ നിന്ന് എടുക്കാൻ? മെസ്സേജ് അയക്കാറുണ്ട്. അതെ, അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നൈറ്റിയെ പറ്റി ചോദിക്കാറുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു സീരിയൽ ടുഡേ. ദിസ് ഈസ് നിമിഷാറാം. നമ്മളിന്ന് മഴതോരും മുൻപേ എന്ന സീരിയലിന്റെ സെറ്റിലാണുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് വൈജയന്തി ചേച്ചിയാണ്, നമ്മുടെ സ്വന്തം വൈഷ്ണവി ചേച്ചി. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖം. ഇപ്പോഴും മുറിവൊക്കെ ഉണ്ട്, ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ എങ്ങനെ? വൈജയന്തിയുടെ മുറിവല്ലേ, വൈഷ്ണവി സുഖമായിട്ടിരിക്കുന്നു. വൈഷ്ണവി ചേച്ചി സുഖമായിരിക്കുന്നു അല്ലേ? സീരിയൽ ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? ഒരു സീരിയൽ ലോകത്തെ ഞെട്ടിച്ച ഒരു ആക്സിഡന്റ്. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിട്ടില്ല സീരിയലില്. അതെ. അപ്പൊ ഇപ്പൊ 4 മാസമായി ആക്സിഡന്റ് കഴിഞ്ഞ്. എങ്ങനെയാ അപ്പം, ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? വേദനയൊക്കെ പോയോ? വൈജയന്തിയുടെ ക്യാരക്ടർ വെച്ചിട്ട് വേദനയൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന മട്ട് കാണുന്നില്ല. അതെ, കുറച്ചും കൂടെ അതിനെ നമ്മള് പണ്ടൊക്കെ ഗർഭമൊക്കെ കുറെ നാളും കൂടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കള്ളത്തരല്ല, കയ്യിലിരിപ്പ് കൊണ്ടിട്ട് കുറയുന്ന മട്ടില്ല എന്ന് പറഞ്ഞതാ. അതെ, കൂടെ ഉണ്ടായിരുന്ന ആക്സിഡന്റ് ഒക്കെ പറ്റിയ ആൾക്കാർ എല്ലാവർക്കും ഇതുപോലെയാണോ മുറിവുകൾ മാത്രം? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. ഓക്കെ. ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലായത്. ശരിക്കും ഇത് ആരാ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്? ശരിക്കും ഒരു ഒറിജിനാലിറ്റി അല്ലേ? നമ്മള് കണ്ടു കഴിയുമ്പോൾ ഞാൻ ചേച്ചി ഇവിടെ വന്ന് കണ്ടപ്പോൾ ചോദിച്ച, ചേച്ചി എന്ത് പറ്റിയത്, ശരിക്കും മുറിവാണോ? മുറിവ് ഉണങ്ങിയ ഒരു സ്റ്റേജാണ്. കറക്റ്റ് നല്ല രീതിയിൽ മുറിവ് പറ്റിയ സമയത്തൊക്കെ നല്ല രീതിയിൽ മേക്കപ്പ്, നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ഇതിന്റെ നമ്മുടെ മെയിൻ മേക്കപ്പ് മാൻ ബിജു എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻസ് ഉണ്ട്, വിഷ്ണു എന്ന് പറയുന്ന മേക്കപ്പ് മാനാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും ഈ ആ ഒരു ആക്സിഡന്റ് സീക്വൻസ് അത് എടുത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ? അതോ ശരിക്കുള്ള ആക്സിഡന്റ് ആയിരുന്നോ, അതോ സീരിയൽ ആണോ എന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാൻ ടൈം എടുത്തു. കാരണം ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ മന്ദാകിനി ഫിലിമിലെ ക്യാമറമാൻ ആയിരുന്നു ചെയ്തത് അല്ലേ? അത് ഒരുപാട് ചർച്ച ചെയ്തല്ലോ. നിങ്ങൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആ അനുഭവം? ഷൂട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചു, ഇനി മഴതോരും മുമ്പേ ആയതുകൊണ്ട് മനസ്സിലൊരു എവിടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്തായി മാറും അതിൻ്റെ ഔട്ട് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനല്ല അതിനകത്ത് ആക്സിഡന്റ് സീക്വൻസ് കാറ് മറിയുന്നതൊക്കെ അതിനകത്ത് ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ അതിൻ്റെ ഫുൾ സെറ്റപ്പ് ഫൈറ്റ് മാസ്റ്റർ വന്ന് അങ്ങനെ തന്നെ മാഫിയ ശശി ടീമാണ് വന്ന് ചെയ്തത്. മാഫിയ ശശിയുടെ മോനാണ് അത് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ വന്നത് ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ അന്തം വിട്ടു. കാര്യം അച്ഛനൊക്കെ വന്ന് ഫിലിമില് ഫൈറ്റ് സീക്വൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അവരൊക്കെ പറയുന്ന കണക്ക് നമ്മൾ നേരിട്ട് കാണുക, ഇങ്ങനെ കാറ് ഫ്ലിപ്പ് ആവണം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്കൊരു അറിയാനുള്ള ആകാംക്ഷ ചോദിക്കുക, ശരിക്കും ഈ കാറൊക്കെ ഫ്ലിപ്പായിട്ട് ആ കാറിന് കേടുപാടുകളൊക്കെ പറ്റുമോ? പറ്റി. അങ്ങനെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ കാർ റിപ്പയർ ചെയ്തിട്ട് എടുക്കണം. ശരിക്കും ഒരു ആക്സിഡന്റ് പറ്റിയ കാറിന് എങ്ങനെ പറ്റുന്നു അതുപോലെ തന്നെയാണ്. അത് വളരെ വൈഡായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ ഒരു സീക്വൻസ് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അകത്തുള്ള ആൾക്കാർക്കൊന്നും ഒന്നും പറ്റത്തില്ല, മാത്രം സേഫ്റ്റിയിലാണ് ചെയ്തത്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഇതുപോലെ. അപ്പോൾ ഇത്രയും ഒരു റിസ്ക് ഉണ്ടല്ലേ ഇതുപോലെ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഭയമൊക്കെ കാണും, അയ്യോ ശരിക്കും പറ്റിക്കഴിഞ്ഞാൽ? ഞങ്ങളെല്ലാം വളരെ ബ്രെത്ത് ടേക്കിംഗ് മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അകത്തിരിക്കുന്ന ആള് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഫുൾ ഹോൾ സെറ്റ് ക്ലാപ്പായിരുന്നു അവിടെ. പക്ഷെ ഒരാൾ ജീവന് നമുക്ക് അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ, കാര്യം അത്രമാത്രം അയാൾക്കൊരു സേഫ്റ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിൽ പോലും കാറിൽ നിന്ന് അയാൾ ഇറങ്ങി വരണ്ടേ, അത് വരയ്ക്കും നമ്മളിങ്ങനെ ശ്വാസം പിടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. ചേച്ചി ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ലാതിരിക്കുകയാണല്ലേ ഇതില്? ഒന്നുമില്ല, ഈ മുറിവ് മാത്രം.
ഓക്കെ, പക്ഷെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ കണ്ണുകൾ ഭയങ്കര പ്രത്യേകതയുണ്ട്. അച്ഛൻ്റെ അതേ സായിച്ചേട്ടൻ്റെ അതേ കണ്ണുകളാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ സീരിയലിലെ തുടക്കം തൊട്ടൊരു വില്ലത്തി കഥാപാത്രമായിട്ടാണ് കയറി വന്നത്. ആ കണ്ണുകളുടെ ഒരു പ്രത്യേകത. ദൈവത്തിന്റെ അനുഗ്രഹം. അതിൽ ഇപ്പോൾ ഫിലിം ആയിരുന്നോ തുടക്കത്തിലെ ചേച്ചിയുടെ ഒരു ആഗ്രഹം, അതോ സീരിയലിലോട്ട്? ഫിലിമും അല്ല സീരിയലും അല്ല, ഡബ്ബിംഗ് ആയിരുന്നു എൻ്റെ മനസ്സിലാണ് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഫീൽഡിലേക്ക് വരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ പാത പിന്തുടരണം, അങ്ങനെ ഒരു അച്ഛൻ്റെ പാത പിന്തുടരുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അച്ഛൻ അങ്ങനെ ഒരു നമ്മുടെ അടുത്തൊരു താല്പര്യം കാണിച്ചിട്ടില്ല ഈ ഫീൽഡിൽ വരണമെന്നോ അങ്ങനെ അച്ഛൻ്റെ പാത പിന്തുടരണമെന്നൊന്നും അച്ഛനൊരു താല്പര്യം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. അങ്ങനെയില്ല. പ്രോപ്പറായിട്ടൊരു ജോബ് അല്ലാതെ വാങ്ങിച്ച് ചെയ്യുക. പിന്നെ അത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. റെക്കമെൻഡേഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടോ ഒരു പരിപാടിയും അച്ഛൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കരുത്. സായി ചേട്ടൻ ശരിക്കും ലൈഫിൽ നല്ല സ്ട്രിക്റ്റ് ആണോ? ജോളി ആയിട്ടുള്ള ഒരാളാണ്. അതെ, എനിക്ക് തോന്നുന്നു സായി ചേട്ടൻ നായകനായിട്ടും ഉണ്ട് വില്ലനായിട്ടും ഉണ്ട്. എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലേ? അതൊരു അതുല്യ കലാകാരൻ, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത. അതെ, അത് ആ സമയത്തുള്ള ഒട്ടുമിക്കെന്നല്ല എല്ലാവരും ലെജൻസ് എന്നല്ലേ നമ്മൾ പറയുന്നത്. തീർച്ചയായും റീപ്ലേസ് ചെയ്യാൻ നമുക്ക് ഒരാളെ പോലും ഒരു സിനിമ കണ്ടിട്ട് അതിന് പകരം ഇന്ന ആളെ നമുക്ക് വെച്ചാലൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിനകത്ത് ഒരാളാണ് സായികുമാർ എന്ന് പറയുന്നത്. അച്ഛൻ എന്നുള്ളതിലുപരി എന്നുള്ള രീതി പറഞ്ഞത്. ഇപ്പൊ ഈ സീരിയലിലെ ചേച്ചിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളൊരു, എന്ന് വെച്ചാൽ നെഗറ്റീവ് ഷെയ്ഡ് എന്നും പറയാം, പക്ഷെ അതിലൊരു പോസിറ്റീവ് ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു അതിന്റെ എന്താണ് ആ കഥാപാത്രത്തിൽ? ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയത് വൈജയന്തി ആളൊരു പാവമാണ് ബേസിക്കലി. പിന്നെ അവരുടെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ അവർ ഈ ഒരു അഡമൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് മാറിയ ഒരാളാണെന്നും ഈ ഒരു ദേഷ്യമൊക്കെ ഒരു വെച്ചുകെട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ലൈഫിൽ വന്നിരിക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അവർ കൂടുതൽ അറഗൻസിലേക്ക് പോകുന്നു. അതായത് അവർക്ക് എല്ലാവരും വേണം, എന്നാൽ അവർ ആ സ്നേഹം പുറത്ത് കാണിക്കുന്ന ഒരു ക്യാരക്ടറും അല്ല. അപ്പം എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ കൂടുതൽ നെഗറ്റീവ് ഒരു ക്യാരക്ടറായി മാറുന്നതായിട്ടാണ് ഞാൻ വൈജയന്തി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം ആക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഇടയിൽ കൂടുതൽ കുറവായിരിക്കത്തില്ലേ? കൂടുതലല്ല, ശരിക്കും കുറവാണ് അല്ലേ? ഇപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാരൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങും വന്ന് അടി കിട്ടിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുപോലെ ചേച്ചിക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. കാര്യം മുമ്പത്തേനെ കാട്ടിയും ഇപ്പൊ കൂടുതലും ആൾക്കാർക്ക് ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ടും ഇത് ഇങ്ങനെ അഭിനയമാണെന്നുള്ളതും എല്ലാം കൂടുതലായിട്ട് അറിയാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ കൂടുതലാണല്ലോ. പക്ഷെ എന്നാലും ചില കമന്റ്സ് നമുക്ക് വരും, പേഴ്സണലി മെസ്സേജസ് വരും. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ഇതെൻ്റെ 7ാമത്തെ സീരിയലാണ്. ഈ 7 സീരിയലിലും ഞാൻ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഇതിനകത്ത് നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും അതിൽ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഡിയൻസ്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നി ഈ പോസിറ്റീവ് ഇവർ നായികയൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാൻ വന്നിരുന്ന് ഇപ്പം ഡയറക്ട്ലി കാണുമ്പോൾ പോയി സംസാരിക്കാൻ അവർ അങ്ങനെ ആയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു അമ്മമാരൊക്കെ. പക്ഷെ അവർ പാവമാണ്, പോയി സംസാരിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ അവരെങ്ങനെയാണ്? ചിലപ്പോൾ വളരെ സൈലന്റ് ആയിരിക്കും, ചിലപ്പോൾ തീരെ സംസാരിക്കാത്ത റിസർവ്ഡ് ആയിരിക്കും. അതൊന്നും നോക്കില്ല, അവരോട് വളരെ സ്നേഹത്തിൽ മോളേന്ന് വിളിച്ച് സംസാരിക്കും. പക്ഷെ ഈ വില്ലത്തികൾ ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒന്നും മടിക്കും. ശരി, 2 ദിവസം മുമ്പ് ഇവിടെ 2 അമ്മമാര് വന്നിരുന്നു. ഒരാള് ഈ സീരിയലിനകത്ത് കുഞ്ഞൊരു വേഷം മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. വേറൊരു അമ്മ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ, ഒന്നും വലുതായിട്ട് സംസാരിക്കുന്നില്ല. ഞാൻ സാധാരണ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിലെ അമ്മ പറഞ്ഞു, എന്നാലും ആ കുട്ടി ഇത്രയും സ്നേഹമായിട്ടൊക്കെ നിന്നിട്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലായത്, ആ രീതിക്കാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞ അമ്മ ഞങ്ങൾ നേരിട്ട് വളരെ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് സത്യമായിട്ടും സ്നേഹത്തിലാണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ആലോചിച്ചു, ഈശ്വര അതെന്താ അങ്ങനെ? കാര്യം അവരൊക്കെ അത്രമാത്രം ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഫിലിം എന്ന് പറയുന്നത് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ കണ്ട് നമ്മളത് കഴിഞ്ഞു നമ്മൾ ഇറങ്ങി. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ നമ്മൾ ഇവരുടെ വീട്ടിൽ ചെന്ന് കയറുകയല്ലേ, ഇടിച്ച് കയറുക അങ്ങോട്ട്. അവര് ആ ഒരു രീതിയിൽ നമ്മളെ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവാർഡിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, അത് ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ക്ലീഷേ സാധനം എപ്പോഴും സീരിയലുകൾ ഉള്ളതാണ്. പക്ഷെ അത് രസമാണ് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ. നമ്മൾക്ക് ഈ ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ ഏത് സീരിയലാണെങ്കിലും ഇവരെപ്പോഴാണ് മകളോട് സ്നേഹിക്കുന്നതെന്ന് കണ്ടിരിക്കാൻ എല്ലാവരും പറയുമ്പോൾ ഇത് ക്ലീഷയാണെന്ന് പറയുമെങ്കിലും ഇപ്പോഴും ഓഡിയൻസിന്റെ ഇടയിൽ ഇത് ആ ഒരു മൊമെന്റിന് വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത്. പക്ഷെ അന്നായിരിക്കും സീരിയലിന്റെ എന്നത്. നമ്മള് ഇപ്പൊ മിക്ക കഥകൾ നോക്കിയാലും ക്ലീഷ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ ലൈഫിൽ നടക്കുന്ന കഥകളല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ അതിനകത്ത് ക്ലീഷ എന്ന് പറയുന്ന സംഭവം ഒബ്വിയസ്ലി വരും.
പിന്നെ അതിനകത്ത് കൊണ്ടുവരുന്ന ചെറിയ വ്യത്യസ്തതകളും അഭിനയത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും ഒക്കെയാണ് അതിനെ വ്യത്യസ്തമായി മാറ്റുന്നത്. അതെ, ഈ സീരിയലിൽ കൂടുതൽ ഈ ഫാമിലി ഓഡിയൻസ് ആണല്ലോ, അവർക്കറിയാം ഇത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ദിവസമൊക്കെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു സീരിയലാകുമ്പോൾ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നു. അത്രയൊക്കെ ഇത് പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ, ആണുങ്ങളും കൊച്ചു കുട്ടികളും അതിനകത്ത് ആൺപിള്ളേരും ഒക്കെ ഇത് കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ഇത് തോന്നി. കാര്യം ഇവരൊക്കെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു സീരിയലിനെ പറ്റിയിട്ടെന്ന്. ബാക്കിയുള്ള സീരിയലും കാണുന്നുണ്ടാവാം കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് ഈ ഒരു സീരിയലിനെ ബേസിക്കല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് ഏഷ്യാനെറ്റ് സീരിയൽസിന് ഒരു വൈഡ് ആക്സെപ്റ്റൻസ് ആണ്, ഒരു ബ്രാൻഡാണ് സത്യം. നമ്മൾ ഏഷ്യാനെറ്റ് സീരിയലിന് ഒരു സ്പെഷ്യൽ ഓഡിയൻസ് തന്നെയുണ്ട്, തുടക്കം മുതലേ ഉള്ള ഓഡിയൻസ് അല്ലേ, അതിനെ കാത്തിരിക്കുന്ന ആൾക്കാരും. എനിക്ക് തോന്നുന്നു ദൂരദർശനത്തിന് ശേഷം എൻ്റെ അറിവിൽ പറയുകയാണ്. അതെ, ഏഷ്യാനെറ്റ് ആണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെന്നൊരു ചാനൽ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം ആൾക്കാർ നോട്ടീസ് ചെയ്ത് തുടങ്ങിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല പ്രോഗ്രാംസ് ഇപ്പോഴുള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാംസ് അല്ല, മുമ്പൊക്കെ ഭയങ്കര സൂപ്പർ പ്രോഗ്രാംസ് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്കൊന്നും മിസ് ചെയ്യാൻ പറ്റാത്ത കണക്കത്തെ പ്രോഗ്രാംസ്. അപ്പോൾ അത്രമാത്രം ജനങ്ങളിലേക്ക് ചെന്നൊരു ചാനലാണ്. അതുകൊണ്ട് നമ്മൾ സീരിയൽ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഏഷ്യാനെറ്റിലൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും. സത്യം, ശരിക്കും അത് ഉള്ള കാര്യമാണ്. ഏഷ്യാനെറ്റ് സീരിയൽ ഇപ്പോൾ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഏഷ്യാനെറ്റിലെ സീരിയൽ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പിന്നെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇപ്പോൾ ചേച്ചിയുടെ ഇപ്പോഴുള്ള ഒരു ആഫ്റ്റർ ആക്സിഡൻറ്റ് സീക്വൻസ് ആയിരിക്കും അല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പോലും മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഒരു കാലത്ത് ഭയങ്കര ആഭരണങ്ങൾ ധരിച്ച് വല്ലാതെ മേക്കപ്പ് ചെയ്തിട്ട് ഒരു നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു അറ്ററിലായിരിക്കത്തില്ല ആർട്ടിസ്റ്റുകളൊന്നും. പക്ഷെ ഇന്നത്തെ സീരിയൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്, കുറച്ചുകൂടെ നമുക്ക് അല്ലേ. അതെ, ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സീരിയൽ സീ കേരളത്തിലെ കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന സീരിയലാണ്. അതിനകത്ത് ഈ പറയുന്നത് പോലെ ഹെവി മേക്കപ്പും അതേപോലുള്ള ഓർണമെന്റ്സും ഒക്കെ ഇട്ട് കിടന്നുറങ്ങുന്നത് പോലും ഐലൈനറൊക്കെ വരച്ചായിരുന്നു. അതെ, പക്ഷേ ഇതിനകത്താണ് ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ഇല്ലാതെ, അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്ന ഫസ്റ്റ് സീരിയൽ ഇതാണ്. അത് ജോയ്സ് സാറിൻ്റെ സീരിയലിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ചേച്ചിയുടെ നൈറ്റിക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കമന്റ്സ് ഒക്കെ വരത്തില്ലേ, നൈറ്റി എവിടെ നിന്ന് എടുക്കാൻ മെസ്സേജ് അയക്കാറുണ്ട്. അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നൈറ്റിയെ പറ്റി ചോദിക്കാറുണ്ട്. അതെ, അപ്പൊ അത് കാണാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതാവുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാം, ഡെയിലി ആൾക്കാർക്ക് വേണ്ട ഇതാണല്ലോ അല്ലേ. ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സീരിയലുകളിൽ വന്ന മാറ്റം തീർച്ചയായും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അക്സെപ്റ്റൻസ് സീരിയലിന് കൊണ്ടുവന്നിട്ട് ഉണ്ട്. സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും ഈ പറയുന്ന ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ അത് പൊക്കോണ്ടിരിക്കുന്നത്. അതിനകത്ത് എത്രമാത്രം നമ്മൾ നാച്ചുറലായിട്ട് കൊടുക്കുന്നോ അത്രമാത്രം ഓഡിയൻസ് അത് സ്വീകരിക്കും. അതിന് ആരെ അഭിനയിക്കുന്നു പറഞ്ഞാലും ശരി, ആ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അത് അല്ലെങ്കിൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കണക്കുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജനങ്ങൾ സ്വീകരിക്കും. ഇത് കുങ്കുമപ്പൂ സീരിയലായിട്ട് ഒരു കമ്പാരിസൺ പല കോമന്റ്സിലും കണ്ടിട്ടുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? നമ്മൾ കുങ്കുമപ്പൂ എന്ന് വെച്ചാൽ ഒരുപാട് അക്സെപ്റ്റ് ചെയ്ത അക്ഷരത്തിന്റെ ഒരു സീരിയലാണ് അല്ലേ, ഇപ്പോഴും അത് ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാമ്യത, കഥയിൽ സാമ്യത എന്ന് പറയാൻ പറ്റില്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം മഴതോരും മുമ്പെയാണ് ഒറിജിനൽ കഥ, കുങ്കുമപ്പൂ അല്ല. പിന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് സ്വീകരിച്ച സീരിയലായിരുന്നു കുങ്കുമപ്പൂ. അതിനകത്ത് ആശാ ശരത്ത് ചെയ്ത ക്യാരക്ടറാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും ആൾക്കാർ നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നോ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. ഒട്ടും ഇല്ലാന്നല്ല, കുറഞ്ഞു എന്ന് പറയാം. തീർച്ചയായും ഇപ്പൊ സീരിയൽ ഒരുപാട് മഴതോരും മുൻപേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സീരിയലാണ്. ആർക്കും ഞാൻ പേര് കേട്ടോ, ഏഷ്യാനെറ്റിലെ സീരിയൽ അല്ലേ. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും മുന്നോട്ട് പോട്ടെ. പിന്നീട് ഒന്ന് ചോദിക്കാം, കളങ്കാവലിലെ ചേച്ചിയുടെ കഥാപാത്രം, ആ സിനിമയിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂട്ടി സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ് എക്സ്പീരിയൻസ്. അത് അച്ഛൻ്റെ പേരിൽ ആണ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ആ രീതിയിലല്ല വിളിച്ചത്. എനിക്ക് പിന്നെ ഒരിടത്ത് ചെന്ന് പരിചയപ്പെടാനായിട്ടുള്ള ഒരു സ്പേസ് അച്ഛൻ്റെ പേരിൽ എനിക്ക് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അതായിരുന്നു ഒരു പ്രിവിലേജ് എന്ന് പറയാനുള്ളത്. ആ പേര് ഇൻട്രൊഡ്യൂസ് പ്രത്യേകിച്ച് ചെയ്യണ്ട അല്ലേ. സായി കുമാറിന്റെ മകൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമാനം, ഒരു അക്സെപ്റ്റൻസ്, അത് മമ്മൂട്ടി സാറിനെ കണ്ടപ്പോൾ എനിക്ക് ഷേക്ക് ഹാൻഡ് തന്നിട്ട് സായിയുടെ മോളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഫിലിമിലും കൂടെ പ്രതീക്ഷിക്കാവോ? സീരിയലിന്റെ കൂടെ തന്നെ പ്രതീക്ഷിച്ചോളൂ. എനിക്ക് സന്തോഷമുണ്ട് ചെയ്യാൻ. എനിക്ക് വേറെ ഓഫേഴ്സ് വന്നിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, എന്നെ അവർ വിളിച്ചു, ഇവര് വിളിച്ചു, പക്ഷെ എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഫിലിം. എന്തായാലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. ഇനിയും നമ്മൾക്ക് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലായിട്ട് തുടർച്ചയായി കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.